അങ്ങോട്ട് മാറി നിൽക്കണോ? ഇയാൾ ചത്തിട്ടൊന്നുമില്ല. എല്ലാരും ഒന്ന് മാറിയട്ടെ. മാറ്. എടോ, ഇത് പോലീസ് സ്റ്റേഷനാ. വെറുതെ തീക്കൊള്ളി എടുത്ത് തലയൊറിയരുത്. എല്ലാറ്റിന്റെ എല്ല് ഞാൻ ഒഴിക്കും. ആഹാ. സാറിങ്ങോട്ടൊന്ന് ഒരു കാര്യം പറയാനുണ്ട്. സാറ് വിവരം സർക്കിളിനോട് ചോദിക്ക്. അല്ലാതെ ഇതെടുത്ത് അകത്തിട്ടാൽ അത് ലോക്കപ്പ് മർദ്ദനമാവും. ഈ പരുവത്തിൽ നമ്മൾ ഇതിനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയാൽ അത് അവിടെയും പ്രശ്നമാവും. അതിന് സർക്കിൾ സ്റ്റേഷനിലും ഇല്ല, വീട്ടിലും ഇല്ല. എന്നാ പിന്നെ കാട്ടി കാണും വനവാസം. ഇതാകപ്പാടെ നമ്മൾ കുഴയും. ഇയാൾ എന്തെങ്കിലും കഴിച്ചോ? പിന്നെ അതിരാവിലെ വെറും വയറ്റില് ബിരിയാണിയും മത്തിക്കറിയും കഴിച്ചു. സാറിന് തലയ്ക്ക് സുഖമില്ലേ? ഇവനാരാ താലോലിക്കാൻ? ആഭ്യന്തര വകുപ്പിന്റെ അളിയന്. തന്നെ എനിക്ക് നേരത്തെ അറിയാം. വാടക വാങ്ങി കീശയിലിട്ട് തല്ലാൻ നടക്കലല്ലേ തന്റെ ജോലി. അത് കളാ, അത് ഞങ്ങൾ മറക്കാം. ആരാ തന്നെ തല്ലിയെന്ന് പറ, കേസെടുക്ക. എനിക്ക് പരാതിയില്ല. അത് നന്നായി. തല്ലിയവനും പരാതിയില്ല, തല്ല് കിട്ടിയവനും പരാതിയില്ല. എന്തൊരു ജനാധിപത്യം! എന്നെ ഒരു ഓട്ടോയിൽ കയറ്റി തന്നാ മതി, ഞാൻ ആശുപത്രിയിൽ പോയിക്കോളാം. എടോ, തന്റെ കാലും ഒടിഞ്ഞിട്ടുണ്ട്, ഒരു കയ്യും ഒടിഞ്ഞിട്ടുണ്ട്. ഈ പരുവത്തിൽ അതിൽ കയറിയ വഴിയിൽ എല്ലാം ഒക്കെ ഊരി വീഴും. ആഹാ, പിന്നെയും വന്ന മഴ. യെസ് യെസ് സർ, യെസ് സർ, യെസ് സർ. എടോ, ഇവന് വാരി വലിച്ചെടുത്ത് ലോക്കപ്പിലിട്ട്. വിളിച്ചത് എസ് പിയാ. ഇന്നിത്തിരി നേരത്തെ ആണല്ലോ വിളക്ക് കത്തിച്ചത്. സന്ധ്യയാകുന്നതേ ഉള്ളൂ. വീട്ടിലാവുമ്പോ ഈ സമയത്തോടെ കത്തിക്കും. തൂക്കുവിളക്ക് അവിടെ പതിവില്ല. അച്ഛൻ പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ വിളക്കാ പൂജാമുറിയില്. അച്ഛന്റെ ദൈവവിശ്വാസം ഇത്തിരി കുറവായിരുന്നു അല്ലേ? ദൈവങ്ങൾക്ക് അച്ഛനായിരുന്നു വിശ്വാസക്കുറവ്. വേണ്ട, തത്വചിന്ത പറയാൻ പറ്റിയ സമയമല്ലത്. ഇരുട്ടി തുടങ്ങി. പറഞ്ഞു പറഞ്ഞ് നമ്മൾ കാട് കയറും. പിന്നെ ഇന്നലത്തെ പോലെ ശ്രീദേവി വീണ്ടും കരയാനും തുടങ്ങും. നമ്മുടെ പാറു എവിടെ? പാറുക്കുട്ടി, പാർവതി അകത്തുണ്ട്, വിളിക്കണോ? വേണ്ട, ശ്രീദേവിക്ക് ഇവിടുത്തെ പരിചയക്കുറവൊക്കെ മാറിയല്ലോ. ഈ വീട് മുഴുവൻ ശ്രീദേവിയുടെതാണ്. എവിടെ വേണമെങ്കിലും ഇരുന്നോ നടന്നോ സമയം ചെലവഴിക്കാം. അമ്മ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. അനാവശ്യമായി ഞങ്ങൾ വിഷമിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അത് അമ്മയുടെ മനസ്സിന്റെ ഗുണം. എന്റെ കാര്യം എനിക്കല്ലേ അറിയൂ. കുമാരേട്ടൻ എനിക്ക് ചെയ്തെന്ന സഹായങ്ങൾ ഓർക്കുമ്പോ ഇത്രയൊക്കെയല്ലേ സാധിക്കുന്നുള്ളൂ എന്നാണ് എന്റെ വിഷമം. അമ്മാവാ, എന്തിനാ ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്ന് നമ്മൾ കഷ്ടപ്പെടുന്നതെന്ന് ശ്രീദേവി ചോദിക്കുന്നത്. അമ്മാവന് ഇന്നലെ കഷ്ടപ്പെട്ടു. വല്ലാതെ കഷ്ടപ്പെട്ടു. ഇവരെന്തേ ഇത്തിരി നേരത്തെ അങ്ങോട്ട് വരാതെ നിന്ന് ഓർത്തിട്ട് വല്ലാതെ കഷ്ടപ്പെട്ടു. മോൾക്ക് MSc ഗോൾഡ് മെഡലാണെന്ന് ഇവൻ പറഞ്ഞു. അതിൽ കാര്യമില്ല, ധൈര്യത്തിന് മെഡൽ വാങ്ങണം. അതായത് മനസ്സിനെങ്ങനെ പിടിച്ചു നിർത്താൻ. അതിന് അതങ്ങനെ ആടിക്കളിക്കുന്ന മനസ്സൊന്നുമല്ല അമ്മാവ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? മനസ്സിലായി. ഇപ്പൊ അത്രയും മനസ്സിലാക്കിയാ മതി.
ഇതൊന്നും കണ്ട് പേടിക്കണ്ട. സത്യം പറയാലോ, ഞാൻ ഇന്നലെ ഇതിനകത്തൊരു മോഹിനിയാട്ടം നടത്തി. ഒരു ഇടത്തരം കമാൻഡോ അറ്റാക്ക്. കൂട്ടിന് ശ്രീദേവിയുടെ അച്ഛനും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു കളി കളിച്ചു. ആകെ തട്ടി മുട്ടി ഒരു ബഹളം, അത്രേ ഉള്ളൂ. ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ. ഞാൻ പുറത്തിരിക്കാം. താഴെ കുപ്പിച്ചിലുണ്ടാവും. കാര്യം ചെരുപ്പുണ്ടല്ലോ. ആ, സർട്ടിഫിക്കറ്റുകൾ എടുക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് വെച്ചിരുന്ന മേശയെ മറിഞ്ഞു കിടക്കുന്ന. അയ്യോ, അപ്പൊ നമ്മുടെ ഗോൾഡ് മെഡലോ? വേണ്ട, അത് പറയണ്ട. വിറ്റു, എത്രയല്ലേ ഉള്ളൂ. എന്നാലും പറയണ്ട. എനിക്ക് ഈ ദുഃഖം കേൾക്കുന്ന ഇഷ്ടമല്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ധൈര്യത്തോടെ കഴിയാം. ഞാനുണ്ട്, അമ്മാവനുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാലും പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ അമ്മാവൻ സമ്മതിക്കില്ല. സർട്ടിഫിക്കറ്റുകൾ എടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഡ്രസ്സുകൾ കൂടെ എടുത്തോളൂ. ആരായിരുന്നു ഇവിടെ വന്നത്? ആരെങ്കിലും ആകട്ടെ, വന്നവർ പോയില്ലേ, അതല്ലേ നമുക്ക് വേണ്ടൂ. ഇനി ആരുമില്ല, അതുറപ്പാ. ആരാടാ അത്? അറിയില്ല സർ. ഇടിച്ചു വീഴ്ത്തി പോടാ. അവന്റെ അമ്മയുടെ ഒടുക്കത്തെ ഒരു സർക്കസ്. ഒന്ന് കത്തിച്ചു വിടടാ. ഇങ്ങനെ പോയാൽ തോട്ടത്തിലെത്തുമ്പോ സന്ധ്യയാവും. എന്താടാ? ടയർ പോയി സാർ. DSP കോശി വർഗീസ് സാറല്ലേ? യെസ്. വിരോധമില്ലെങ്കിൽ എന്റെ പുറകെ കയറാം. ഞാൻ തോട്ടത്തിൽ കൊണ്ടാക്കാം. വേണ്ട, താങ്ക്സ്. ഇത് പെട്ടെന്ന് മാറ്റിയിടാം. മാത്രമല്ല, പോകുന്ന വഴിക്ക് എനിക്ക് വേറൊരു ഗസ്റ്റ് കൂടിയുണ്ട്. ഓ, അത് ശരി. മുഖം കാണാത്തതുകൊണ്ട് ആളെ മനസ്സിലാകുന്നില്ല. നിങ്ങൾ ആരാ? ഞാൻ സാറിന്റെ ട്രെയിനിങ് ക്യാമ്പിലുണ്ടായിരുന്നു. അന്ന് ഇൻസ്പെക്ടർ റാങ്കിലായിരുന്നു. ഇൻസ്പെക്ടർ കുമാരൻ. ശരി, കാണാം സാർ. ഓക്കെ. അന്ന് ഇൻസ്പെക്ടർ റാങ്കിലുള്ള കുമാരൻ ട്രെയിനിങ് ക്യാമ്പിൽ. അത് കൊല്ലം കുറെ ആയല്ലോ. അപ്പോ ഇവനിപ്പോ കള എന്നോട് ഇഷ്ടമുള്ളവരെ ചെറുപ്പക്കാരുമായിരിക്കും.